നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ആവശ്യകതയുള്ള, ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് BSc അഗ്രികൾച്ചർ. ICARൻ്റെ കീഴിലുള്ള ഏതാണ്ട് 52ഓളം യൂണിവേഴ്സിറ്റികളിലെ BSc അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള 12 പ്രോഗ്രാമുകൾക്കാണ് CUET 2024 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ നിന്നും ICARadmission.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. BSc അഗ്രികൾച്ചറും ഹോർട്ടിക്കൾച്ചറും സെറികൾച്ചറും ഫിഷറീസും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗും ബയോടെക്നോളജിയും ഒക്കെ ഉള്ള 2024-25 അധ്യയന വർഷത്തിലെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഗവൺമെൻറ് മേഖലയിലെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള അഗ്രികൾച്ചർ കോളേജുകളുടെ 15% സീറ്റുകളും ICARൻ്റെ നേരിട്ടുള്ള കീഴുകളിലെ 100% സീറ്റുകളുമാണ് ICARadmission.in എന്ന വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്ട്രേഷൻ സാധിക്കുന്നത്. 2024 മെയ് 15 മുതൽ നടന്ന CUET 2024 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതി ICARൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് ഓഗസ്റ്റ് 30 പ്രസിദ്ധപ്പെടുത്തിയ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള കുട്ടികൾക്കാണ് ഓപ്ഷൻ രജിസ്ട്രേഷന് അനുവാദമുള്ളത്. 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് സെപ്റ്റംബർ 1 രാത്രി 12 മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള അവസരം. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഓപ്ഷനുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ICARadmission.in എന്ന വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റി വൈസ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് ഫീസ് സ്ട്രക്ചർ, ഈ 12 പ്രോഗ്രാമുകളുടെയും ഓൾ ഇന്ത്യ തലത്തിലുള്ള ഓരോ യൂണിവേഴ്സിറ്റികളുടെ ഫീസ് സ്ട്രക്ചറുകൾ, അതുപോലെ തന്നെ 2023 കട്ട് ഓഫ് റാങ്ക്, ആദ്യമായിട്ടാണ് ICARൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റ്, ലാസ്റ്റ് റാങ്ക് ഓരോ കാറ്റഗറി തിരിച്ച് ലാസ്റ്റ് റാങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പ്രോഗ്രാമുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും പ്രയോറിറ്റി ഓർഡർ തയ്യാറാക്കാനും ഏറ്റവും സഹായകരമാകുന്നതാണ് ICAR കട്ട് ഓഫ് 2023. അതുപോലെ തന്നെ കൗൺസിലിംഗ് ബ്രോഷർ, നമുക്ക് 4 റൗണ്ട് ഓൺലൈൻ കൗൺസിലിങ്ങും അതിനുശേഷം മോപ്പപ്പ് റൗണ്ടാണ്. എല്ലാം ഓൺലൈൻ കൗൺസിലിംഗ് തന്നെയാണ്. സർട്ടിഫിക്കറ്റുകളെല്ലാം ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് 10,000 റുപ്പീസ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കേണ്ടത്. മോപ്പപ്പ് റൗണ്ടിന് ശേഷമാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് ചെന്നിട്ട് എല്ലാ സർട്ടിഫിക്കറ്റിലും കൊടുത്ത് ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് ബ്രോഷറും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷന് നമുക്കിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള വിദ്യാർത്ഥികൾ 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് ഓപ്ഷൻ കൊടുക്കേണ്ട ഡീറ്റെയിൽസും ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. BSc അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാമുകളുടെയും എല്ലാ യൂണിവേഴ്സിറ്റികളും ആ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രോഗ്രാമുകൾ അവിടെ ഒരു വർഷത്തെ ഫീസ്, അതുപോലെ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ്, ഒരു ആനുവൽ ഫീസാണ് അത്. അതിൻ്റെ ഡീറ്റെയിൽസ്, ഓരോ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള, ഓരോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ നമ്പർ ഉൾപ്പെടെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറുമാണ് ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിനകത്ത് ഓരോ പ്രോഗ്രാമിൻ്റെയും ബയോടെക്നോളജി, ഫിഷറീസ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി എല്ലാം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ ഫീസ് കുറവുള്ള, ഹോസ്റ്റൽ ഫീസ് അടക്കം വളരെ ചിലവ് കുറഞ്ഞ ഒരു പാഠ്യപദ്ധതി രീതിയാണ് അഗ്രികൾച്ചറും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള 12 പ്രോഗ്രാമുകളും. ഈ 12 പ്രോഗ്രാമുകളിലെയും ഈ 52ഓളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ, ബാക്കിയുള്ള ഓരോ കോഴ്സുകളുടെയും യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്, ICARന് നേരിട്ട് കീഴിലുള്ള യൂണിവേഴ്സിറ്റികൾ, IRAയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ തന്നെ ഉള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളെയൊക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നാം ഏത് രീതിയിൽ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് നമുക്ക് കാറ്റഗറി തിരിച്ച് തന്നെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഓർഡർ കൊടുക്കാൻ സാധിക്കുന്ന 2023 കട്ട് ഓഫ് മിനിമം റാങ്കും അതുപോലെ തന്നെ മാക്സിമം ഓവറോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൻ്റെ ഓരോ കാറ്റഗറിയുടെയും ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക്, അതുപോലെ തന്നെ ബയോടെക്നോളജിയുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ CUET വഴി നമുക്ക് ICARൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികൾ ബയോടെക്നോളജിക്ക് പ്രവേശനം നേടാം. അതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ നാച്ചുറൽ ഫാമിങ്,
അതുപോലെ തന്നെ BSc അഗ്രികൾച്ചർ, ഏറ്റവും ഡിമാൻഡുള്ള പ്രോഗ്രാമാണല്ലോ BSc അഗ്രികൾച്ചർ. അതിന് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 100, 60, 90 ഒക്കെയുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെയൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. BSc അഗ്രികൾച്ചറിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മറ്റൊരു പ്രോഗ്രാമാണ് കമ്മ്യൂണിറ്റി സയൻസ്. കമ്മ്യൂണിറ്റി സയൻസ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലുണ്ട്? ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക്, ഫോറസ്ട്രി, അതുപോലെ തന്നെ കേരളത്തിലെ ഫോറസ്ട്രി അടക്കമുള്ള എല്ലാ കോളേജുകളുടെയും 15% സീറ്റുകളാണ് ഫില്ല് ചെയ്യുന്നത് CUETയുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ. ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ സെറികൾച്ചർ, ഫിഷറീസ്, അങ്ങനെ ഓരോ പ്രോഗ്രാമിൻ്റെയും ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്കിലൂടെ നിങ്ങൾക്ക് ഈ 12 പ്രോഗ്രാമുകളുടെയും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയും അതിനനുസരിച്ച് പ്രയോറിറ്റി ഓർഡർ ഏറ്റവും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. കൗൺസിലിംഗ് ഡീറ്റെയിൽസ്. ICAR UG ഓൺലൈൻ കൗൺസിലിംഗ് ബ്രോഷർ ഫോർ അഡ്മിഷൻ ടു ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാംസ് ടു 20% സീറ്റ്, 100% സീറ്റ് അറ്റ് ICAR NDI കർണാൽ, അതുപോലെ തന്നെ IARI ന്യൂഡൽഹി, അതുപോലെ ഝാൻസി ആൻഡ് RPCAU പുസ. ഇവിടെയൊക്കെ മുഴുവൻ സീറ്റുകളും ICARൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ ബാക്കിയുള്ളതിൽ 20%, 15% അല്ല 20% സീറ്റുകളും CUETയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ICAR റാങ്കിൽ നിന്നാണ് അഡ്മിഷൻ. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 1 രാത്രി 11:59 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം. ICARadmission.in എന്ന വെബ്സൈറ്റ് വഴി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അഗ്രികൾച്ചറും സെറികൾച്ചറും ഹോർട്ടിക്കൾച്ചറും ബയോടെക്നോളജിയും ഫിഷറീസ് ഫുഡ് ടെക്നോളജിയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ഓപ്ഷൻ കൊടുക്കാനായിട്ട് സെപ്റ്റംബർ 1 വൈകുന്നേരം 12 മണി വരെ മാത്രമേ സാവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ചോയ്സുകളെ നമുക്ക് യാതൊരു മാറ്റവും വരുത്താനോ ഡിലീറ്റ് ചെയ്യാനോ പ്രയോറിറ്റി ഓർഡർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനോ പുതിയതായിട്ട് ആഡ് ചെയ്യാനോ ഒന്നും അവസരം ഉണ്ടായിരിക്കുകയില്ല. 4 ഓൺലൈൻ റൗണ്ട് കൗൺസിലിംഗ് ആണ് പിന്നീട് വരുന്നത്. 4 ഓൺലൈൻ കൗൺസിലിങ്ങിന് ശേഷം വേക്കൻസികൾ ഉണ്ടെങ്കിൽ മാത്രമേ മോപ്പപ്പ് റൗണ്ടിൽ നമുക്ക് പുതിയതായിട്ട് ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് റൗണ്ട് നടക്കുന്നത് 6/9 സെപ്റ്റംബർ 6 ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അലോട്ട്മെൻറ്റിൽ നമ്മളുടെ പേരുണ്ടെങ്കിൽ, നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് വേരിഫിക്കേഷൻ കഴിഞ്ഞ് എന്തെങ്കിലും അതിനകത്തൊരു ക്വറി ഉണ്ടെങ്കിൽ, ഒരു സർട്ടിഫിക്കറ്റ് മാറ്റി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ട് നമുക്ക് സെപ്റ്റംബർ 12 ആദ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരെ പേയ്മെൻ്റ് അടച്ച് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസായിട്ടുള്ള 10,000 റുപ്പീസ്, എല്ലാ കാറ്റഗറിക്കും 10,000 റുപ്പീസാണ് അടച്ച് ആദ്യത്തെ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അപ്ഗ്രഡേഷൻ കൊടുക്കാം. സെക്കൻഡ് റൗണ്ടിലോട്ട് പരിഗണിക്കണം എന്ന് പറയാം. ഒന്നാമത്തെ റൗണ്ടിൽ ഒരു സീറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിഗണിച്ചുകൊള്ളും. ഒന്നാമത്തെ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് 3 റൗണ്ട്സിലും നമ്മളെ പരിഗണിക്കുകയുമില്ല. സെക്കൻഡ് റൗണ്ട് വേക്കൻസി അനുസരിച്ചും അതുപോലെ അപ്ഗ്രഡേഷൻ അനുസരിച്ചും സെക്കൻഡ് റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയിട്ട് പുതിയതായിട്ട് കിട്ടുന്നതാണെങ്കിൽ വീണ്ടും സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് അടയ്ക്കണം. ആദ്യത്തെ നിന്ന് അപ്ഗ്രഡേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് സാറ്റിസ്ഫൈഡ് ആകുന്നതും വരെ നമുക്ക് 3rd റൗണ്ട് 4th റൗണ്ട് വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. മോപ്പപ്പ് റൗണ്ട് 4 റൗണ്ടുകൾക്ക് ശേഷം മോപ്പപ്പ് റൗണ്ട് എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒക്ടോബർ 1 ആകും. ഒക്ടോബർ 1 ആകുമ്പോഴത്തേക്കും വേക്കൻസി സീറ്റുകൾ, ഈ 4 റൗണ്ടുകൾക്ക് ശേഷം വേക്കൻസി സീറ്റുകൾ ഡിസ്പ്ലേ ചെയ്യും. ആദ്യ 4 റൗണ്ടുകളിലും ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവർക്കും ആദ്യത്തെ 4 റൗണ്ടുകളിലും രജിസ്റ്റർ ചെയ്യാത്തവർക്കും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ചോയ്സ് ഫില്ല് ചെയ്യുന്നത് ഒക്ടോബർ 3 രാത്രി 11:59 വരെയാണ്. സീറ്റ് അലോക്കേഷൻ ഒക്ടോബർ 6 അങ്ങനെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് ഒക്ടോബർ 10 അടയ്ക്കുകയും അതിനുശേഷം ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബാക്കിയുള്ള ഫീസുമായിട്ട് നമ്മൾ നേരിട്ട് യൂണിവേഴ്സിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. 4 റൗണ്ടുകളിൽ ഏതെങ്കിലും ഒരു റൗണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈൻ കൗൺസിലിംഗ്, ഓൺലൈൻ റിപ്പോർട്ടിംഗ് മാത്രമേ നമുക്കുള്ളൂ. ആദ്യത്തെ 4 റൗണ്ടുകളിലും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അതുപോലെ തന്നെ മാർക്ക് 10th-ൻ്റെയും 12th-ൻ്റെയും മാർക്ക് ലിസ്റ്റ്, TC, നമ്മുടെ NDAയുടെ CUETയുടെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ നമ്മൾ ഓൺലൈൻ കൗൺസിലിങ്ങിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകളുണ്ട്. അതുപോലെ ആധാർ കാർഡുണ്ട്, ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമുക്ക് റിസർവേഷൻ OBC NCL SC ST ആണെങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ 10,000 റുപ്പീസ്
സീറ്റ് അക്സെപ്റ്റൻസ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. കൗൺസിലിംഗ് ബ്രോഷറിൻ്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അവരുടെ ഇമെയിൽ ഐ ഡിയും കോൺടാക്ട് അഡ്രസ്സും ഉണ്ടാകും. കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ധാരാളം ICARൻ്റെ നേരിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഈ പ്രോഗ്രാമുകളിലേക്ക് ഏതാണ്ട് 12ഓളം പ്രോഗ്രാമുകളിലോട്ട് പ്രവേശനം ലഭിക്കുന്ന ഏറ്റവും നല്ല ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളും ഒരു ഡിഗ്രി പ്രോഗ്രാമുകളുമാണ് ICARൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. CUET 2024 എഴുതുകയും ICARൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല അവസരമാണ് ഇന്നു മുതൽ ഒക്ടോബർ 10 വരെ നടക്കുന്ന ഈ ICARൻ്റെ ഓൺലൈൻ കൗൺസിലിംഗ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങളുടെ മാക്സിമം ഓപ്ഷൻ ആദ്യ റൗണ്ടിൽ തന്നെ കൊടുക്കണം. ഒരൊറ്റ റൗണ്ടിൽ മാത്രമേ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് അവസരമുള്ളൂ. അതിനുശേഷം 5ാമത്തെ മോപ്പപ്പ് റൗണ്ടിൽ മാത്രമേ വേക്കൻസി സീറ്റിലോട്ട് പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് പോകാൻ ആഗ്രഹമുള്ള, ഒരു കാരണവശാലും പോകുന്നില്ലാത്ത ഓപ്ഷൻ വെക്കരുത്. പോകാവുന്ന മാക്സിമം ഓപ്ഷൻ ആദ്യം തന്നെ വെക്കുക എന്നുള്ളതാണ് രീതി. അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 6 പ്രഖ്യാപിക്കുകയും അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ചാണ് നമ്മൾ സീറ്റുകൾ കരസ്ഥമാക്കേണ്ടത്. ICARadmission.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് റാങ്ക് കാർഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. ICARadmission.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം CUETയുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ICARൻ്റെ റാങ്ക് വന്നിട്ടുണ്ട്. ആ റാങ്ക് കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ റാങ്കിൻ്റെയും സാധ്യതകളുടെയും റിസർവേഷൻ്റെ സാധ്യതകളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാക്സിമം ഓപ്ഷൻസ് വെക്കുക. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിവിധ പ്രോഗ്രാമുകളുടെ 2024-25 അധ്യയനം ഒക്ടോബർ 10 ശേഷം വിവിധ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. ആ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാണ്ട് ചെല്ലുമ്പോൾ മാത്രമേ അതിൻ്റെ കീഴിലുള്ള കോളേജുകളുടെ പ്രവേശനം, ഏതൊക്കെ കോളേജുകളിലാണ് പ്രവേശനം എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. CUET 2024 ഏറ്റവും ഉയർന്ന സ്കോർ നേടുകയും ICARൻ്റെ ഉയർന്ന റാങ്കിൽ എത്തുകയും ചെയ്തിരിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് ഈ പ്രോഗ്രാമുകളെ കൃത്യമായി പഠിച്ച് നിങ്ങളുടെ ഓപ്ഷനുകൾ ഫില്ല് ചെയ്യാനുള്ള അവസരം സെപ്റ്റംബർ 1 വൈകുന്നേരം 12 മണി വരെ മാത്രമാണ്. മാക്സിമം ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.